ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ. 2025 ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് ഇമ്പോർട്ടന്റ് എക്സാംസ് ആണ് വരുന്നത്. ഒന്ന് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ്. അപ്പോൾ ഈ രണ്ട് എക്സാമും നമുക്ക് 2025 തന്നെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ടെന്റേറ്റീവ് ഷെഡ്യൂളിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജനുവരി 29 അപ്പൊ ഇനി ആരെങ്കിലും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 578/2024 അപ്പോൾ നമുക്ക് ടെന്റേറ്റീവ് ഷെഡ്യൂളിൽ സെപ്റ്റംബർ നവംബർ സ്ലോട്ടിലായിരിക്കും ഈ പരീക്ഷ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 720/2024 അത് ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിൽ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ലെക്ചറർ എക്സാം ആയിരിക്കും നമുക്ക് ആദ്യം വരുന്നത്, അതിനുശേഷമായിരിക്കും എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാം വരുന്നത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷയാണ്. അതേസമയം ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിലുള്ള എക്സാം. ബിടെക്കുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാം, രണ്ട് എക്സാമിനും അപ്ലൈ ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് ഏകദേശം എപ്പോൾ എക്സാം വരും എന്നുള്ള ഒരു ഐഡിയയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. കാരണം നമുക്കറിയാം എത്ര വർഷം കൂടുമ്പോഴാണ് ഓരോ പരീക്ഷകൾ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ പല വീഡിയോസും ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഈ എക്സാം എപ്പോഴാണ് വിളിക്കുന്നത് എന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ രണ്ട് എക്സാമിനുള്ള കോച്ചിങ് നമ്മൾ ലെർണിനോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെർണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. താങ്ക് യു.